ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ശാസ്താംകോട്ട DTDCയിലാട്ടോ വന്നത്. ഞാൻ ഇപ്പോൾ 1-2 വട്ടമായിട്ട് ഡയറക്റ്റ് പർച്ചേസ് ഒഴിവാക്കി ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ഞാനിപ്പം നടത്തുന്നുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ഓർഡർ എടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി കൺഫേം ചെയ്തു. ഇങ്ങനെ ഓൺലൈനിൽ കൂടെ മേടിച്ചതിന് എനിക്ക് വലിയൊരു അബദ്ധവും പറ്റി കേട്ടോ. അത് ഞാൻ പിന്നീട് പറയാമേ. പിന്നെ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. കുറച്ച് നേരം എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ പിള്ളേർ നല്ല കിടന്നുറക്കം കേട്ടോ. സ്കൂൾ വിട്ട് നിന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് എന്നിട്ട് 2 പേരും കൂടെ തലയും കുത്തി കിടന്നുറങ്ങും. ഞാൻ അവരെ വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. അവർ കിടന്നുറങ്ങട്ടെ, ക്ഷീണം കാരണമല്ലേ. പിന്നെ കൈയും കാലും എല്ലാം തേച്ച് കഴുകി നമ്മൾ വിളക്ക് എത്തിക്കും കേട്ടോ. പണ്ട് അച്ചാമ്മയും അമ്മയുടെ അമ്മയൊക്കെ ഈ സമയത്ത് നമ്മളിങ്ങനെ കിടന്നുറങ്ങുവാണെങ്കിൽ വഴക്ക് പറയുമായിരുന്നു. ലക്ഷ്മി ദേവി വന്ന സമയമാണ്, വീടിന് ദോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങി തന്നെ തീർക്കണ്ടേ, അല്ലെ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുകളല്ലേ. പിന്നെ ശിവാനിനെ കുറച്ച് നേരം ഇരുന്ന് മലയാളമൊക്കെ എഴുതി പഠിപ്പിച്ചു. മലയാളം മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ വിഷയവും പഠിപ്പിച്ചു. മലയാളം കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ എൻ്റെ തലയിൽ നന്നായിട്ട് താരനുണ്ട് കേട്ടോ. ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് എഴുതി തന്ന കേട്ടോ ഈ ലോഷൻ. സംഭവം സൂപ്പറാണേ. ആഴ്ച 2 ദിവസം തേച്ചാൽ മതി കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ചൊറിച്ചിലിനൊക്കെ. പിന്നെ രാത്രിയിലത്തേക്ക് ഞാൻ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും എല്ലാവർക്കും ഓരോ മുട്ട വീതം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂട്ടി ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചു. പിന്നെ രാത്രിയിലാട്ടോ നമ്മുടെ തുണി വിരിച്ചിടലും തുണി മടക്കലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. കഴുകുന്നത് പകല് കഴുകി സെറ്റ് ചെയ്തിടും. പിന്നെ രാത്രിയിലാട്ടോ അതൊന്ന് വിരിക്കണതും എല്ലാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈവനിങ് വിശേഷങ്ങൾ.